ഒരുപക്ഷെ കഴിഞ്ഞ 7 ഫെസ്റ്റിവലിനും കണ്ടിട്ടില്ലാത്ത വിധം ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവുകയും വളരെ വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും കലയുടെയും സംസ്കാരത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും സിനിമയുടെയും ആക്ടിവിസത്തിൻ്റെയും വലിയ ബോധ്യങ്ങളിലേക്കും ബോധങ്ങളിലേക്കും ആസ്വാദനത്തിലേക്കും നയിക്കുകയും ചെയ്ത കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 8ാം പതിപ്പിന് ഇവിടെ അവസാനമാവുകയാണ്. ഇനി ഇവിടെ നടക്കാനുള്ള ഒരേ ഒരു പരിപാടി ഈ സമാപന സമ്മേളനത്തിന് ശേഷം അകം ബാൻഡിൻ്റെ മ്യൂസിക്കൽ പ്രോഗ്രാമാണ്. അത് 8:30 കൃത്യം 8:30 എഴുത്തോലയിൽ ആരംഭിക്കും. അരമണിക്കൂർ കൊണ്ട് ഇതിൻ്റെ സമാപന സമ്മേളനം അവസാനിപ്പിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ സമാപന സമ്മേളനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്നത് ഈ കഴിഞ്ഞ ഫെസ്റ്റിവലിനെ, ഇപ്പോൾ അവസാനിക്കുന്ന ഫെസ്റ്റിവലിനെ വളരെ ചെറിയ രീതിയിലൊന്ന് അവലോകനം ചെയ്യുകയും അടുത്ത ഫെസ്റ്റിവലിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന KLFൻ്റെ 9ാം പതിപ്പിനുള്ള ഏതെല്ലാം ദിവസങ്ങളിലാണ് നടക്കുക എന്നതിൻ്റെ പ്രഖ്യാപനവുമാണ്. സാംസ്കാരിക കേരളം ഒന്നടങ്കം ആ ദിവസം അറിയാൻ കാത്തിരിക്കുന്ന തരത്തിലേക്ക് KLF വളർന്നു എന്നതിൽ അതിൻ്റെ സംഘാടകരിൽ എന്ന രീതിയിലുള്ള അഭിമാനവും സന്തോഷവും നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ കേരളത്തിൻ്റെ മന്ത്രി, കോഴിക്കോടിൻ്റെ മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവർകളാണ്. അദ്ദേഹത്തെ KLF സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ഈ നമ്മുടെ വെന്യൂ നിലനിൽക്കുന്ന സ്ഥലത്തിൻ്റെ കൂടി ജനപ്രതിനിധിയായിട്ടുള്ള ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ MLA അവർകളാണ്. അദ്ദേഹത്തെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ 8ാം പതിപ്പിൻ്റെ അവലോകനം നടത്തുന്നത് ശ്രീ രവി DC അവർകളാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം പ്രകാശ് രാജിൻ്റെ ആ പരിപാടി കഴിഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 2026 ഡിക്ലറേഷൻ നടത്തുന്നത് നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ സമാദരണീയായ ഡയറക്ടറും സ്വാഗത സംഘം ചെയർമാനും സംയുക്തമായി കൊണ്ടാണ്. ബഹുമാന്യരായിട്ടുള്ള ഫെസ്റ്റിവൽ ഡയറക്ടർ സച്ചിദാനന്ദനെയും പ്രിയങ്കരനായ പ്രതിഭട്ടനെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ ഇവിടെ സംബന്ധിക്കുന്നത് ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ഗവാസ്, അതേപോലെ തന്നെ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ ബഷീർ പെരുമണ്ണ, EV ഹസീന, KV ജ്യോതിഷ്, ഫാരിസ് കണ്ടോത്ത്, പ്രേംചന്ദ് എന്നിവരാണ്. ഈ ചടങ്ങിന് നന്ദി പറയുന്നത് മൊത്തം പരിപാടിയുടെ പ്രോഗ്രാം കൺവീനറായിട്ടുള്ള ബഹുമാന്യനായ KV ശശി അവർകളാണ്. ഇവിടുത്തെ ലോക്കൽ ഓർഗനൈസർ എന്ന രീതിയിൽ KLFന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് സാംസ്കാരിക വേദിയുടെ സെക്രട്ടറി കൂടിയാണ് ശശിമാഷ്, അതിൻ്റെ ചെയർമാൻ കൂടിയാണ്. ഈ സ്വാഗതം ആശംസിക്കുന്ന ഞാൻ എന്ന് സാംസ്കാരിക വേദിയെ കൂടി ഇവിടെ പരാമർശിക്കുന്നതിന് വേണ്ടി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാന്യനെ MLA അഭ്യർത്ഥിക്കുന്നു. അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിനായി MLA തോട്ടത്തിൽ രവീന്ദ്രൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സമാപന ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിയ കേരളത്തിൻ്റെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിൻ്റെ മിനിസ്റ്റർ ശ്രീ AK ശശീന്ദ്രൻ അവർകളെ, ഇതിൻ്റെ ഫൗണ്ടറും കൂടിയായിട്ടുള്ള KLFൻ്റെ ശ്രീ രവി DC, പ്രൊഫസർ സച്ചിദാനന്ദൻ, ശ്രീ A പ്രദീപ് കുമാർ മുൻ MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ഗവാസ്, ജനറൽ കൺവീനർ ശ്രീ AK അബ്ദുൽ ഹക്കീം, വേദിയിലുള്ള ബഷീർ പെരുമണ്ണ, EV ഹസീന, KV ജ്യോതിഷ്, ശ്രീ ഫാരിഷ് കണ്ടോത്ത്, പ്രേംചന്ദ്, ശ്രീ KV ശശി, മറ്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 4 ദിവസമായിട്ട് കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത്യപൂർവമായിട്ട് നമുക്ക് ലഭിക്കുന്ന
ഒരു ഏറ്റവും വലിയ സാഹിത്യ സാംസ്കാരിക സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട്ടുകാർ എങ്ങനെ ഇതിനെ കാണുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. ആ കോഴിക്കോട്ടുകാരുടെ ഒരു സ്വീകാര്യത ശരിക്കും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത്രയും അധികം ആളുകളെ ആകർഷിച്ചിട്ടുള്ള നിരവധി, ഇവിടെ ഏറ്റവും സന്തോഷം തോന്നുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള നിരവധി പേർ ഇത് ആസ്വദിക്കാൻ വേണ്ടി ഇവിടെയൊക്കെ എത്തിപ്പെട്ടു എന്നുള്ളത് നമുക്ക് വളരെ അപൂർവമായിട്ട് ലഭിക്കുന്ന ഒരു വലിയ സൗകര്യം. കാരണം ഇത് 8ാമത്തെ എഡിഷനാണ് KLF-ൻ്റെ. കാരണം ഇത് ഇനി ഒരിക്കലും നിർത്താൻ വേണ്ടി ആരും വിചാരിച്ചാലും കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപക്ഷെ കേരളത്തിൽ മറ്റെവിടെ നടത്തിയാലും ഇത്രയധികം സ്വീകാര്യത ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ആവേശത്തോടു കൂടിയിട്ടാണ് നമ്മുടെ നാട്ടുകാർ ഇതിനെ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഇന്നിപ്പോൾ ഇവിടെ ഒന്ന് നടന്നു നോക്കണമെന്നുണ്ട്, പക്ഷേ ഈ ജനത്തിരക്ക് കൊണ്ട് ഇതിൽ പോകാൻ തന്നെ കഴിയുന്നു, നടക്കാൻ പോലും പറ്റുന്നില്ല. അതാണ് അവസ്ഥ. വിദേശങ്ങളിൽ തന്നെ ഏകദേശം 17ലധികം രാജ്യങ്ങളിലുള്ള പ്രഗത്ഭരായിട്ടുള്ള സാഹിത്യകാരന്മാരുടെയും എഴുത്തുകാരുടെയൊക്കെ നിരവധി പ്രഭാഷണങ്ങൾ കേൾക്കാൻ നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്നൊരു അവസരം. അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്കും നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കൊറ്റ വിഷമം മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട MT നമ്മുടെ കൂടെ ഉണ്ടായില്ല എന്നുള്ള. ഇതുവരെയുള്ള എല്ലാത്തിനും അദ്ദേഹം ഉണ്ടായിരുന്നു, പക്ഷേ നിർഭാഗ്യം ഈ സമയത്ത് തന്നെ അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കി തീർക്കുന്നത്. ബാക്കി നമുക്കിത് ഒരു വലിയ വിജയമാക്കിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 8 ഇതിനി ഒരു കാലത്തും നിർത്താൻ കഴിയില്ല. ആ നിലയിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായിട്ടും അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. നമുക്കിതിനെ എന്നും ഇതിനെ കൂടുതൽ വായന നമ്മളൊരു പക്ഷേ മരിച്ചുപോയി എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും അല്ല. നമ്മൾ പുതിയ തലമുറയും ഇതിനെയൊക്കെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. ഇവിടെ ഒട്ടേറെ ബുക്ക് സ്റ്റാളുകൾ ഇവിടെയുണ്ട്, പ്രസാധകരുണ്ട്, എഴുത്തുകാരുണ്ട്, നിരവധി എല്ലാ സമസ്ത മേഖലയിൽപ്പെട്ട മുഴുവൻ ആളുകളും ഇപ്പോൾ ഇവിടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം മനോരമയുടെ ആദ്യത്തെ ഒരു ഓർത്തൂസ് പരിപാടി ഇവിടെ നടന്നിരുന്നു. അതിനും ഇവിടെ വലിയ സ്വീകാര്യതയുണ്ട്. പക്ഷേ ഇതുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. ഇത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത, ഒരു പക്ഷേ നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്രയധികം സ്വീകാര്യത ഇവിടെ ലഭിക്കുന്നില്ല. ഓരോ വർഷം കൂടി വരുമ്പോഴും അത് വർദ്ധിച്ചു വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും കൂടുതൽ കരുത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇനി നമുക്കിത് എല്ലാ വർഷവും നമുക്ക് കുറേ കൂടി വിപുലമായ തോതിൽ നമുക്കിത് കൊണ്ടാടാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവരെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു. ഈ സമാപന സമ്മേളനം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി മിനിസ്റ്റർ ഫോർ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് AK ശശീന്ദ്രൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, ശ്രീ AK അബ്ദുൽ ഹക്കീം, ശ്രീ പ്രദീപ് കുമാർ, ആദരണീയനായ പ്രൊഫസർ K സച്ചിദാനന്ദൻ, മറ്റ് പ്രമുഖരായ വിശിഷ്ട അതിഥികളെ, സഹോദരന്മാർ, 23-ാം തീയതി മുതൽ ഈ കോഴിക്കോട് നഗരിയെ അക്ഷരാർത്ഥത്തിൽ സാംസ്കാരിക സമുന്നതിയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയുള്ള ഉജ്ജ്വലങ്ങളായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായി മുടങ്ങാതെ
നമ്മുടെ നഗരിയുടെ സാംസ്കാരിക പൈതൃകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഭാവിയെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷകൾ നമ്മുടെ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ വളർത്തിയെടുക്കാനുള്ള കൂട്ടായ്മയായി ഒരു ജനകീയ സദസ്സായി ഈ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മാറി എന്നതാണ് നമുക്കേറെ സന്തോഷം നൽകുന്ന കാര്യം. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു നാടിൻ്റെ സാംസ്കാരിക സമുന്നതി മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ആ നാട്ടിൽ നടക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികളും ആശയങ്ങൾ തമ്മിലുള്ള തർക്കവും സംവാദവുമാണ്. ഇവിടെ ആ തരത്തിലുള്ള വിവിധ ഇനങ്ങളാണ് അരങ്ങേറിയത്. അതിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ തിക്കി തിരക്കി വരുന്ന കാഴ്ച നാടിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ശക്തിപ്പെടുത്തുന്നതിനാണ് സഹായിക്കുക. 9 വേദികളിലായി 300 സെഷനുകളാണ് ഇവിടെ നടന്നത്. സംഘാടന മികവിൻ്റെ മികച്ച മാതൃകയായി അവയെല്ലാം മാറിയിട്ടുണ്ട് എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. എനിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. അത്തരം സംഘാടന മികവ് ഇവിടെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ നടത്താൻ സഹായകമായിട്ടുണ്ട്. ഈ 4 ദിവസമായി നടന്ന ഈ പരിപാടികളുടെ സവിശേഷത 2 നോബൽ സമ്മേളന ജേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. 4 ബുക്കർ പ്രൈസ് ജേതാക്കളും 8 അംബാസിഡർമാരും ഈ പരിപാടിയിൽ പങ്കെടുത്തു. അത് ഈ ചടങ്ങുകളുടെ അന്തസ്സ് വർദ്ധിപ്പിക്കുകയാണ്, അതിൻ്റെ ശോഭ വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെ വർദ്ധിപ്പിക്കുന്നതിലൂടെ നാം കൊതിക്കുന്ന, ആശിക്കുന്ന പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സാമൂഹിക അന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ കഴിയണം. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു പുതിയ റിപ്പബ്ലിക്കിൻ്റെ സങ്കല്പത്തിന് അനുയോജ്യമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കഴിയണമെങ്കിൽ സാംസ്കാരിക പ്രവർത്തകന്മാർക്ക്, സാഹിത്യ പ്രവർത്തകന്മാർക്ക്, കലാകാരന്മാർക്ക്, ബുദ്ധിജീവികൾക്ക്, ശാസ്ത്രജ്ഞന്മാർക്ക് നൽകാനുള്ള സംഭാവനകൾ എന്താണ്? എനിക്കിതിൻ്റെ സംഘാടകരോട് അപേക്ഷിക്കാനുള്ളത്, അത്തരമൊരു ഭൗതിക തലത്തിലുള്ള സംവാദം കൂടി നമ്മുടെ നാടിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരുടെ, ഭാവിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹ നിവർത്തിക്കായി സംഘടിപ്പിച്ചുകൂടെ എന്നൊരു നിർദ്ദേശം കൂടി ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ സൗന്ദര്യം വൈവിധ്യത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള സൗന്ദര്യമാണ്. വൈവിധ്യങ്ങളുടെ ഒത്തുചേരലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മാന്യതയും അന്തസത്തയും ശക്തിയും. ആ ശക്തിയിലേക്ക് കോഴിക്കോട് നഗരം പല രീതിയിലുള്ള സംഭാവനകൾ അർപ്പിച്ച നാടാണ്. ആ നാടിൻ്റെ പ്രശസ്തിക്ക് മേലെ, ആ സുവർണ കിരീടത്തിന് മുകളിൽ ഈ കേരള ലിറ്റററി ഫെസ്റ്റിവൽ ഒരു സുവർണ തൂവൽ കൂടി പതിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനിയും അങ്ങനെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദ്യമാണ്. നെക്സ്റ്റ്, റിവ്യൂ അബൌട്ട് KLF 2025. ഫൗണ്ടർ ചീഫ് ഫെസിലിറ്റേറ്റർ ഓഫ് KLF ശ്രീ രവി DC. അടുത്തതായി KLF 2025 അവലോകനത്തിനായി ഫൗണ്ടർ ആൻഡ് ചീഫ് ഫെസിലിറ്റേറ്റർ ഓഫ് KLF ശ്രീ രവി DC ക്ഷണിക്കുന്നു. ആദരണീയനായ മന്ത്രി MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, ശ്രീ പ്രദീപ് കുമാർ, അഡ്വക്കേറ്റ് ഗവാസ്, പ്രദീപ് കുമാർ, സച്ചിദാനന്ദൻ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, 2 മിനിറ്റിൽ ഞാൻ എൻ്റെ പ്രസംഗം തീർത്തുകൊള്ളാം. KLF 8ാം പതിപ്പിൽ എത്തി നിൽക്കുമ്പോൾ അത്
എങ്ങനെ ഇത് ഓർഗാനിക്കായിട്ട് വളരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. നമ്മൾ ഒരു വേദിയിൽ തുടങ്ങി 2 വേദിയായി, 3 വേദിയായി, 5 വേദിയായി, കഴിഞ്ഞ വർഷം 7 വേദിയായി, ഇപ്പോൾ 9 വേദിയായി. ബീച്ചിൻ്റെ ഫ്രീഡം സ്ക്വയറിൻ്റെ അപ്പുറവും ഇപ്പുറവുമായി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ക്രൗഡുണ്ട്. ഞാൻ പറയുന്നത് ഇത് KLF-ന് നിങ്ങൾ തരുന്ന ഒരു വല്ലാത്തൊരു സ്നേഹവും വാത്സല്യവും തന്നെയാണ്. കാരണം സ്നേഹലഫ് ഞങ്ങൾ ഒറ്റ വർഷം തുടക്കം മുതൽ തന്നെ ഞങ്ങളിത് ക്യൂറേറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രതീക്ഷകളെ തെറ്റിക്കാതിരിക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ തുടക്കം തൊട്ട് ഏതാണ്ട് 365 ദിവസം എടുക്കും അടുത്ത KLF-ന് വേണ്ടി റെഡിയാകാൻ. കാരണം അത്തരത്തിലുള്ള സ്പീക്കേഴ്സിനെ കൊണ്ടുവരാനും എല്ലാം ഇതെല്ലാം ഒരു സോഷ്യൽ ഓഡിറ്റിൻ്റെ, കാരണം നിങ്ങൾ എങ്ങനെ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ള നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ ആ സോഷ്യൽ ഓഡിറ്റിന് വിധേയമായിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം ചെയ്യുന്നത്. ഇതിനായിട്ട് ഇത്രയും പേർ വന്നതിലുള്ള സന്തോഷമുണ്ട്. അടുത്ത കൊല്ലം നമുക്കിതുപോലെ തന്നെ നമുക്കൊരു വലിയ ഉത്സവമാക്കി മാറ്റാം. കോഴിക്കോടിൻ്റെ ഭാഗമായിട്ട് ഒരിക്കൽ കൂടി ഇത്രയേറെ വ്യക്തികളെ കൊണ്ട് അവർക്കെല്ലാം നല്ല സ്വീകാര്യത കൊടുത്ത നോബൽ പ്രൈസ് വിന്നേഴ്സിനെയും ബുക്ക് വിന്നേഴ്സിനെയും നസ്രുൻ ഷാ, പ്രകാശ് രാജ്, പാർവതി തുടങ്ങി അനവധി, ഹുമ ഖുറേഷി ഉണ്ടായിരുന്നു, അനവധി, മണിരത്നം, പേരുകൾ പറഞ്ഞാൽ തീരുന്നതല്ല. ഓരോ മ്യൂസിക് എടുത്താൽ എൽ സുബ്രഹ്മണ്യം തൊട്ട് ഹരിപ്രസാദ് ചൗരസ് തൊട്ട് അനവധി വ്യക്തികളുണ്ട്. ഇവർക്കെല്ലാം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളാണ്. പല ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉണ്ട്, അത് ലോകത്തിൽ തന്നെ പല ലിറ്ററേച്ചർ ഫെസ്റ്റിവലുണ്ട്, ഇന്ത്യയിൽ പലതുണ്ട്. പക്ഷെ KLF-ൽ മാത്രമാണ് ഈ സെഷൻസിൽ നോട്ട് എഴുതിയെടുക്കുന്നതെന്ന് പറഞ്ഞ വ്യക്തികളുണ്ട്. KLF-ൽ മാത്രമാണ് ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിൽ നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇതാണ് കോഴിക്കോടിൻ്റെ പ്രത്യേകത, ഇതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഒരിക്കൽ കൂടി KLF-ൻ്റെ ഭാഗമായിട്ടുള്ള KLF-ന് എല്ലാ രീതിയിലുള്ള ഊർജ്ജവും തരുന്ന ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഇത് ഓർഗാനിക്കായിട്ട് ഗ്രോ ചെയ്യാൻ നമ്മൾ മാത്രം മതി, നമുക്ക് വേറെ ഒരു പബ്ലിസിറ്റിയും വേണ്ട, നമ്മൾ മാത്രം മതി എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നെക്സ്റ്റ്, ഡിക്ലറേഷൻ ഓഫ് KLF 2026. KLF 2026-ന്റെ പ്രഖ്യാപനത്തിനായി പ്രൊഫസർ K. സച്ചിദാനന്ദൻ ആൻഡ് A. പ്രദീപ് കുമാർ ഇരുവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത ജാനുവരി 22, 23, 24, 25 ഈ കടപ്പുറത്ത് നമുക്ക് വീണ്ടും കാണാം. വേദിയിലോട്ട് പ്രൊഫസർ K. സച്ചിദാനന്ദൻ സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഈ സമാപന യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രി AK ശശീന്ദ്രൻ, ഇതിന് അധ്യക്ഷം വഹിച്ച തോട്ടത്തിൽ രവീന്ദ്രൻ MLA, പ്രധാന അതിഥിയായ അഡ്വക്കേറ്റ് P. ഗവാസ്, ഇതിൻ്റെ കൺവീനർമാരെ, ഇതിന് പിന്നിൽ അഹോരാത്രം പ്രവർത്തിച്ച പ്രിയപ്പെട്ട അനേകം പേരറിയുന്നവരും പേരറിയാത്തവരുമായ സുഹൃത്തുക്കളെ, ഒരു ദീർഘ പ്രഭാഷണത്തിനുള്ള സമയമല്ല ഇത് എന്നെനിക്ക് നന്നായി അറിയാം. ഞാൻ പലപ്പോഴും ഈ ഫെസ്റ്റിവലിനിടയിൽ അഭിമുഖീകരിച്ച ഒരു ചോദ്യം, ഫെസ്റ്റിവലുകൾ ധാരാളമായി വർദ്ധിച്ചു വരുന്നു, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നതാണ്. അല്പം വിചിത്രമായ ഒരുപക്ഷെ അസംബന്ധമെന്ന് തോന്നാവുന്ന ഒരു ചോദ്യം കൂടിയാണ് അത് എന്നെനിക്ക് തോന്നുന്നു. ഒന്നാമത് പറയേണ്ട കാര്യം, ഈ KLF-ന് നമുക്ക് സംശയമില്ലാതെ വിളിക്കാവുന്നത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദ മദർ ഓഫ് ഫെസ്റ്റിവൽസ് എന്നാണ്. കേരളത്തിലെ എല്ലാ സാഹിത്യോത്സവങ്ങളുടെയും അമ്മയാണ് KLF. ആദ്യം തുടങ്ങിയ അതിപ്രധാനമായ സാഹിത്യോത്സവമാണ് അത്. എല്ലാ സാഹിത്യോത്സവങ്ങളും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുസ്വരതയുടെ, ജനാധിപത്യത്തിൻ്റെ, മൈത്രിയുടെ, കാരുണ്യത്തിൻ്റെ, സഹകരണത്തിൻ്റെ, സംവാദത്തിൻ്റെ ഉത്സവങ്ങൾ ആണ്. അങ്ങനെ
നമ്മുടെ ഉത്സവം വിശേഷിച്ചും അങ്ങനെ ആയിരുന്നിട്ടുമുണ്ട്. ഇത് നടത്തുന്ന ആളുകളുടെ മാത്രം ഉത്സവമല്ല, അതിനേക്കാളേറെ അത് കേൾക്കാൻ വരുന്ന, ശ്രദ്ധിക്കുന്ന അനേകം മനുഷ്യരുടെ ഉത്സവമാണ്. എല്ലാ ഉത്സവങ്ങളിലും അനേകം തലങ്ങളിലുള്ള സംഭാഷണങ്ങൾ നടക്കുന്നു. സ്റ്റേജിൽ നടക്കുന്ന സംഭാഷണം ഒന്ന്, പുറത്ത് കേൾക്കാൻ വരുന്നവർ തമ്മിൽ നടക്കുന്ന സംഭാഷണം മറ്റൊന്ന്, മറ്റൊരു ഭാഗത്ത് ഇതിൽ പങ്കെടുക്കാൻ വരുന്ന ശാസ്ത്രജ്ഞരും എഴുത്തുകാരും കലാകാരന്മാരുമായ അനേകം ആളുകൾ തമ്മിൽ നടക്കുന്ന സംഭാഷണം മൂന്നാമതൊന്ന്. ഇങ്ങനെ അനേകം സംഭാഷണങ്ങൾ, ഒരേ എഴുത്തുകാരും വായനക്കാരും തമ്മിലുള്ള സംഭാഷണം നാലാമതൊന്ന്. ഇങ്ങനെ അനേകം സംഭാഷണങ്ങൾ കൂടിച്ചേർന്നാണ് ഓരോ ഉത്സവവും ഉണ്ടാകുന്നത്. അത് വിജ്ഞാനത്തിൻ്റെ ഉത്സവമാണ്, കലയുടെ ഉത്സവമാണ്, സാഹിത്യത്തിൻ്റെ ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ അത് സംസ്കാരത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ ഒരു ആവിഷ്കാരവും പ്രകടനവുമാണ്. ഇതിൻ്റെ പ്രാധാന്യം ആ രീതിയിൽ നോക്കുമ്പോൾ അത് അടിസ്ഥാനപരമായും സാംസ്കാരികവും വൈജ്ഞാനികവുമാണ്. അത് ഈ ഫെസ്റ്റിവൽ 2016 മുതൽ തെളിയിച്ചു പോന്നിട്ടുണ്ട്. അതിൻ്റെ ഗാംഭീര്യവും ഗൗരവവും അതിൻ്റെ വൈപുല്യവും ഓരോ വർഷവും വർദ്ധിച്ചു പോന്നിട്ടുണ്ട്. അതിന് കാരണക്കാർ, നടത്തിപ്പുകാർ എന്ന പോലെ ഇത് കേൾക്കാൻ വരുന്ന അനേകം ആളുകളാണ്. പ്രത്യേകിച്ചും ഇവിടുത്തെ യുവജനതയോട് എനിക്ക് നന്ദി പറയേണ്ടതുണ്ട്. പല പ്രകാരത്തിലും പല വിജ്ഞാന മേഖലകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന യുവജനങ്ങളുടെ കൂടി ഒരു മഹോത്സവമായി ഈ ഉത്സവത്തെ കാണാനാണ് എനിക്കിഷ്ടം. അടുത്ത ഉത്സവം ഇതിലും ഗംഭീരമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അടുത്തതായി എ പ്രദീപ് കുമാർ സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 8ാം എഡിഷൻ കൂടുതൽ മികവോടെ, വലിയ ബഹുജന പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കാനായതിൻ്റെ ആഹ്ലാദത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും വലിയ ജനസഞ്ചയം ഈ സമാപന സമ്മേളനത്തിലും അതുപോലെ തുടർന്ന് നടക്കുന്ന സംഗീത പരിപാടിയുടെ ആസ്വാദകരായിട്ടൊക്കെ ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണ്. നമുക്കിതിനിടയിൽ ആഹ്ലാദവും വ്യസനവും ഒക്കെ ഉണ്ടായ സംഭവങ്ങളുണ്ടായി. ഒന്ന്, ഈ ഫെസ്റ്റിവൽ ഇത്തവണ നമ്മൾ ആരംഭിക്കുന്നത് തന്നെ മലയാള സാഹിത്യരംഗത്തെ ഏറ്റവും മഹാപ്രതിഭയായ MD നമ്മളെ അതിനുശേഷം ഏറെ ദിവസം കഴിയാതെയാണ്. കഴിഞ്ഞ KLFൻ്റെ ഉദ്ഘാടന വേദിയിൽ അദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യം ഉണ്ടായിരുന്നു. ഇത്തവണ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ഫെസ്റ്റിവലിലേക്ക് വന്നത്. പക്ഷേ ഈ KLFൻ്റെ ഉദ്ഘാടന സമ്മേളനവും അനുബന്ധ ഇതിൻ്റെ ഭാഗമായി നടന്ന പരിപാടികളിലുമെല്ലാം ആ മഹാപ്രതിഭയുടെ സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമായിരുന്നു. എല്ലാ നിലയിലും പ്രത്യേക സംവാദങ്ങൾ, സെഷനുകൾ നടന്നു. MDയെ അനുഭവിച്ചുകൊണ്ട് മാത്രമേ ഈ ഫെസ്റ്റിവൽ വേദിയിലൂടെ നിങ്ങൾക്ക് പോകാനാകൂ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിക്കുന്നത്. ആ വിവരം നമ്മൾ അറിയുന്നത് ഇവിടെ വെച്ചാണ്. അതിൻ്റെ സന്തോഷം നമുക്കുണ്ട്, അഭിമാനമുണ്ട്. മറ്റൊരു കാര്യം, ഇന്നൊരു സങ്കടകരമായിട്ടുള്ള വാർത്തയുണ്ടായത്, ഈ ഫെസ്റ്റിവലിൽ മിനിഞ്ഞാന്ന് വന്ന് പങ്കെടുത്തു പോയ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ഹൃദ്രോഗ ചികിത്സകൻ ഡോക്ടർ കുര്യൻ, അദ്ദേഹമാണ് ഹൃദ്രോഗ ചികിത്സയിൽ അതിൻ്റെ പിതാവ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം നമ്മുടെ ഈ ഫെസ്റ്റിവലിൽ വന്ന് ഇതിൻ്റെ സെഷനിൽ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ ബുക്ക് റിലീസ് എല്ലാം നടന്നു. അദ്ദേഹം ഇവിടുന്ന് യാത്ര അയക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായി. ഞാനായിരുന്നു അദ്ദേഹത്തെ വണ്ടിയിൽ കയറ്റി വിട്ടത്. അപ്പോൾ അദ്ദേഹം ഇന്ന് രാവിലെ അന്തരിച്ച ഒരു വിവരം ഉണ്ട്.
അദ്ദേഹത്തിൻ്റെ ആ വിയോഗം സങ്കടകരമാണ്. ആ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അദ്ദേഹം പക്ഷേ ഇവിടെ നിന്ന് പോയതാണ്. അങ്ങനെയുള്ള സങ്കട വാർത്തയും ഇടയിൽ വന്നു എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. എന്തായാലും ഇത്തവണത്തെ ഫെസ്റ്റിവൽ റിവ്യൂസ് നമ്മുടെ ഇതിൻ്റെ മുഖ്യ സംഘാടകനായിട്ടുള്ള ഇതിൻ്റെ ഫെസിലിറ്റേറ്ററായിട്ടുള്ള ശ്രീ രവി DC ഇവിടെ അതിൻ്റെ അനുഭവങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഓരോ വർഷവും നമ്മുടെ സംഘാടനത്തിലുണ്ടാവുന്ന അനുഭവങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് അടുത്ത ഫെസ്റ്റിവൽ കൂടുതൽ മികവുറ്റതാക്കാനുള്ള ശ്രമങ്ങളാണ് നിരന്തരമായി ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലാണെങ്കിലും അതിൻ്റെ ഉള്ളടക്കം സജ്ജീകരിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം. തീർച്ചയായിട്ടും ഈ 8ാം പതിപ്പിൻ്റെ സംഘാടനത്തെ തുടർന്നുണ്ടായിട്ടുള്ള അതിൻ്റെ നല്ല അനുഭവങ്ങളെ സ്വാംശീകരിക്കുകയും കുറവുകൾ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ അത് ഇവിടെ എത്തിയ ആസ്വാദകർ അല്ലെങ്കിൽ ശ്രോതാക്കളായിട്ടുള്ള ഇതിൻ്റെ ഭാഗമായി തീർന്നവർ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത ഫെസ്റ്റിവൽ ഇതേപോലെ ഇതിനേക്കാൾ മികച്ച നിലയിൽ സംഘടിപ്പിക്കുക എന്ന നമ്മുടെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം തുടർന്നും അത് തുടരും. നിങ്ങൾക്കത് ഉറപ്പാക്കാം. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കോഴിക്കോടിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ ഏറ്റവും അഭിമാനകരമാവുന്ന വിധത്തിൽ നമുക്കിന്ന് ഏഷ്യയിലെ ഏറ്റവും മികച്ച ഫെസ്റ്റിവൽ എന്ന് നാം അഭിമാനപൂർവ്വം പറയും. അത് അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ് എന്ന നിലയിലേക്ക് നമുക്ക് ഈ ഫെസ്റ്റിവലിനെ എല്ലാ നിലയിലും മാറ്റാനായിട്ടുണ്ട്. ഇവിടെ ഇത്രയധികം ആളുകൾ ഈ തീരപ്രദേശത്ത് ഒഴുകിയെത്തിയിട്ടും എന്തെങ്കിലും അനഭലഷണീയമായിട്ടുള്ള ഒരു ചെറിയ സംഭവങ്ങൾ പോലുമില്ലാതെ എല്ലാവരും സ്വയം അച്ചടക്കം, ഒരു സാഹിത്യ സമ്മേളനമാകുന്ന ഒരു സാഹിത്യോത്സവമാകുമ്പോൾ ആ സാഹിത്യോത്സവത്തിൽ നിർബന്ധമായി ഉണ്ടാകേണ്ട സാംസ്കാരികമായിട്ടുള്ള ഔന്നത്യം നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളിലും ഇവിടുത്തെ ഇടപെടലുകളിലും പുലർത്തിക്കൊണ്ട് ഈ ഫെസ്റ്റിവൽ ഗംഭീര വിജയമാക്കാൻ കൂടെ നിന്ന ഇവിടെ എത്തിയിട്ടുള്ള ആസ്വാദകരായിട്ടുള്ള ശ്രോതാക്കളായും ഇതിൻ്റെ സംഘാടകരായും എല്ലാം വന്ന എല്ലാവരെയും നമ്മുടെ സംഘാടക സമിതിക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു. ഞാനിവിടെ പ്രത്യേകമായിട്ട് പേരെടുത്ത് പറയുന്നില്ല. ഇവിടെ ഈ പിൻനിരയിൽ ഇരിക്കുന്നവരെല്ലാം ഇതിൻ്റെ ഈ സംഘാടനം മികച്ച നിലയിൽ വിജയിപ്പിക്കുന്നതിന് അതിനെ ചുക്കാൻ പിടിച്ചവരാണ്. അവരുടെ ഓരോ മേഖലയിലുമുള്ള നേതൃത്വം, നമ്മുടെ ഓരോ വിഭാഗമുണ്ടല്ലോ, സബ് കമ്മിറ്റികൾ, അതിൻ്റെയൊക്കെ നേതൃത്വം വഹിക്കാൻ ഇവരെല്ലാം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരിക്കലും ഈ നിലയിൽ ഇത് വിജയിപ്പിക്കാനാവില്ല. അപ്പോൾ അവരെ എല്ലാവരോടും പ്രത്യേകമായിട്ട് അവരെ അഭിനന്ദിക്കുകയാണ്. ഒപ്പം തന്നെ അവരുടെയൊക്കെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച ഒരുപാട് നമ്മുടെ വളണ്ടിയർമാരുണ്ട്, മറ്റ് സാങ്കേതിക സഹായം നൽകിയവരുണ്ട്. എല്ലാ നിലത്തിലും സഹകരിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അടുത്തതായി ഡിസ്ട്രിക്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ഗവാസിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിൽ സമാപന സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ മന്ത്രി ശ്രീ A. K. ശശീന്ദ്രൻ, അധ്യക്ഷത വഹിച്ച ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകനും ഈ പരിപാടിയെക്കുറിച്ചുള്ള റിവ്യൂ അവതരിപ്പിക്കുകയും ചെയ്ത ബഹുമാന്യനായ ശ്രീ രവി DC, ഈ 2026 ഡിക്ലറേഷനോടെ പ്രഖ്യാപനം നടത്തിയ ശ്രീ പ്രൊഫസർ K. സച്ചിദാനന്ദൻ, ഒപ്പം പ്രിയപ്പെട്ട ശ്രീ A. പ്രദീപ് കുമാർ, ഈ പരിപാടിയുടെ മുഖ്യ ജനറൽ കൺവീനർ ശ്രീ A. K. അബ്ദുൽ ഹക്കീം, PRDയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ K. T. ശേഖർ ഉൾപ്പെടെ വേദിയിലെ സംഘാടകരെ, ഏറ്റവും പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാരെ, നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന 4 ദിവസങ്ങളാണ് കടന്നുപോയത്. ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും കാണണമെന്ന്, ഒരിക്കലെങ്കിലും കേൾക്കണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പ്രതിഭാധനരായ മനുഷ്യരാണ് കഴിഞ്ഞ 4 ദിവസങ്ങളിലായി നമ്മുടെ മുന്നിൽ വന്നിരുന്നത്. കേവലമായ പ്രസംഗങ്ങളും വർത്തമാനങ്ങളുമല്ല, മറിച്ച് അവരോട് സംവദിക്കാനുള്ള അവസരം കൂടി നമുക്കുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ നിമിഷങ്ങൾ കടന്നുപോയി. തീർച്ചയായും സമാപനം എന്നതിൻ്റെ ഒരു സങ്കടം പുതിയ പ്രഖ്യാപനത്തിൻ്റെ സന്തോഷത്തിലേക്ക് വീണ്ടും നമ്മളെ വഴിതിരിച്ചു വിടുകയാണ്. ബഹുമാന്യനായ രവി DC ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, അവരതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിക്കപ്പെട്ടു കഴിഞ്ഞു. 365 ദിവസവും ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ സംഘാടകർ. തീർച്ചയായിട്ടും നമുക്ക് ഇതിലും കൂടുതൽ കരുത്തുള്ള, കൂടുതൽ സംവാദന ശേഷിയുള്ള, കൂടുതൽ പ്രൗഢഗംഭീരമായ ഒരു 9ാമത് എഡിഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. ഇതിൻ്റെ സംഘാടക പ്രവർത്തനത്തിൽ മുഖ്യ പങ്ക് വഹിച്ച നേരത്തെ പ്രദീപേട്ടൻ ഇവിടെ സൂചിപ്പിച്ചു, ആളുകളാണ് ഈ വേദിയിൽ ഇരിക്കുന്നത്. ഒരു നിമിഷം പോലും ഏതെങ്കിലും ഒരു വിഷയത്തെ ചൊല്ലിയുള്ള ഒരു ആകുലതയില്ലാതെ, ആശങ്കകളില്ലാതെ,
എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസപ്പെടുത്തുന്ന വർത്തമാനങ്ങളില്ലാതെയാണ് ഈ 4 ദിവസക്കാലം അതിൻ്റെ ഏറ്റവും ഗംഭീരമായ ഇതിൻ്റെ സെഷനുകൾക്കെല്ലാം സംഘാടകർ നേതൃത്വം കൊടുത്തത്. ജനറൽ കൺവീനറായിരിക്കുന്ന ഹക്കീം മാഷ് ഉൾപ്പെടെ എല്ലാവരും, ഞാൻ ആരുടെയും മറ്റു പേരെടുത്ത് പറയുന്നില്ല, അവരെല്ലാവരും ഈ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മുഖ്യമായ നിലയിൽ നിന്നും ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകാൻ മുഖ്യ പങ്കുവഹിച്ച വാലണ്ടിയർമാർ ഉൾപ്പെടെയുള്ള എല്ലാവരോടും നന്ദി പറയാനുള്ള അവസരം ഈ കോഴിക്കോട്ടെ ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് ഈ കൂടിയിരിക്കുന്ന ഇവിടെയുള്ള ഈ കോഴിക്കോട്ടെ ജനാവലിക്ക് വേണ്ടി നന്ദി പറയാനുള്ള ഒരവസരം കൂടിയായി, ആശംസകൾക്കും അപ്പുറത്ത് നന്ദിക്കുള്ളൊരു അവസരമായി ഞാനിതിനെ കാണുകയാണ്. കൂടുതൽ കരുത്തോടെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 9ാമത് എഡിഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി സബ് കമ്മിറ്റി കൺവീനറായ ബഷീർ പെരുമണ്ണയെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ മനോഹരമായ രാത്രിയിൽ മഹാജനസഞ്ചയത്തിന് മുമ്പിൽ ഒരു സാഹിത്യ ഉത്സവ പ്രവർത്തകനായി നിൽക്കുന്നതിൽ വളരെ അഭിമാനമുണ്ട്. 8 എഡിഷനുകളിലും കൂടെ നിൽക്കാൻ കഴിഞ്ഞുവെന്ന സന്തോഷവുമുണ്ട്. പല ധാരണകളും തിരുത്തി എറിഞ്ഞുകൊണ്ടാണ് ഈ ഫെസ്റ്റിവൽ ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പുതിയ തലമുറ വായനയുടെയും എഴുത്തിൻ്റെയും ലോകത്ത് നിന്ന് അന്യമാകുന്നു എന്നുള്ള ധാരണയാണ് ഇവിടെ കടപുഴകുന്നത്. ഞങ്ങളുടെ തലമുറയിലുള്ള ആളുകൾ അറിയാത്ത എഴുത്തുകാരെ തേടി വരുന്ന പുതിയ കുട്ടികളെ കണ്ട് ഞങ്ങളൊക്കെ അമ്പരന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരിലും വായനയുടെയും സംസ്കാരത്തിൻ്റെയും പുതിയ മുളകൾ പൊട്ടാൻ ഇത്തരം സാഹിത്യോത്സവങ്ങൾ കാരണമാകുന്നു എന്നുള്ള അഭിമാനത്തോടെ ഈ സാഹിത്യോത്സവത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അടുത്തതായി സബ് കമ്മിറ്റി കൺവീനർ EV ഹസീന മാമിനെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സദസ്സിലിരിക്കുന്ന സഹൃദയരെ, ഓരോ KLFും എത്രമാത്രം ആഹ്ലാദകരമായാണ് അവസാനിക്കുന്നത് എന്നത് ഇനിയും വലിയ പ്രതീക്ഷയാണ് തരുന്നത്. ഓരോ അനുഭവത്തിന് ശേഷം നമ്മൾ ആരും പഴയ മനുഷ്യരല്ല. ഓരോ അനുഭവങ്ങളും നമ്മളെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ജനുവരിക്ക് ശേഷം ഞാൻ എൻ്റെ വളർച്ചയിൽ, ഒരു നല്ല മനുഷ്യൻ എന്ന എൻ്റെ സങ്കല്പത്തിലേക്കുള്ള വളർച്ചയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് നടത്താറുള്ളത്. ഓരോ KLFന് ശേഷവും ഞാൻ കൂടുതൽ നന്നാവുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഞാൻ എന്നത് ഒരൊറ്റ വ്യക്തിയല്ല, നമ്മളെല്ലാവരും, എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും അതിൻ്റെ ഭാഗഭാക്കാണ് എന്നെനിക്കറിയാം. നമുക്ക് കൂടുതൽ സന്തോഷത്തോടു കൂടി അടുത്ത KLFന് വേണ്ടി കാത്തിരിക്കാം. എൻ്റെ കൂടെ പ്രവർത്തിച്ച എൻ്റെ മറ്റ് കമ്മിറ്റിയിലെ എല്ലാ കൂട്ടുകാരോടും എൻ്റെ കുട്ടികളോടും ഞാൻ ഏറ്റവും അധികം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും നന്ദി പറയുന്നു. KV ജ്യോതിഷ് സബ് കമ്മിറ്റി കൺവീനർ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന മഹനീയരായവരെ, പ്രിയപ്പെട്ടവരെ, KLFിൽ ഓരോ വർഷവും ആൾ കൂടുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരു പൊതു ഇടത്തേക്കാണ്, ജാതിയും മതവും ഒന്നുമില്ലാത്ത പൊതു ഇടത്തേക്കാണ് ആളുകൾ കൂടുന്നത്. മാത്രമല്ല, കോഴിക്കോട്ടെ ഒരു നല്ല മനസ്സാണ് KLF എന്ന് പറയുന്നത്. കാരണം ഇത്രയധികം ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഒരലോസരവുമില്ലാതെ, കാര്യമായ ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഈ ഒരു ഉത്സവം ഇവിടെ നടന്നു പോകണമെങ്കിൽ അത് കോഴിക്കോട്ടുകാരുടെ ഒരു നല്ല മനസ്സിൻ്റെ ഉദാഹരണം കൂടിയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. മറ്റൊരു എവിടെ വെച്ചാലും ഇത്തരത്തിൽ വിജയിക്കാൻ ഒരു പക്ഷേ മറ്റൊരു സാഹിത്യോത്സവത്തിന് കഴിയില്ല. നമ്മുടെ പ്രിയപ്പെട്ട MDക്ക് ആദരം അർപ്പിച്ചുകൊണ്ടാണ് ഈ ഫെസ്റ്റിവൽ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കടമെടുത്ത് പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു സിനിമ കാണുകയാണെങ്കിൽ നമുക്ക് എത്രയും ഫ്രീ ആയിട്ട് കാണാം, അതിനിടയിൽ ഒരു ചായ കുടിക്കാം. പക്ഷെ വായന അതല്ല. വായന ഒരു അധ്വാനമുള്ള കാര്യമാണ്. ആ അധ്വാനമുള്ള കാര്യത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിലാണ് ഓരോ സാഹിത്യോത്സവം. കാരണം ഇവിടെ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വിറ്റുപോകുന്നുണ്ട്. നിങ്ങൾ ഓർക്കേണ്ടത്, ഇത്തരം ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വിറ്റുപോകുമ്പോൾ അത് നമ്മുടെ മാനവിക സമൂഹത്തിന്, ഒരു പൊതു മനസ്സുള്ള സമൂഹത്തിന് ഏറ്റവും ഗുണകരമാണ്. അതുകൊണ്ട് ഈ വായനയുടെ ഉത്സവത്തിന്
അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇതിനിടയിൽ ഈ ഉത്സവം അല്ലെങ്കിൽ ഈ സാഹിത്യ ഉത്സവം ഗംഭീരമാക്കാൻ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. മറ്റു പല ജില്ലകളിൽ നിന്ന് വന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാവിധ ഭാഗങ്ങളിലുള്ള ആളുകളുമാണ് ഈ സാഹിത്യോത്സവത്തെ വിജയിപ്പിച്ചത്. മാത്രമല്ല നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവരോട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് അപ്പം തന്നെ പരിഹരിക്കാനുള്ള അവരുടെ രാത്രി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 11 മണി വരെ ഇവിടെ പരിപാടി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടും അവർ ഈ ബീച്ചിൽ തന്നെയുണ്ട്. അപ്പോൾ അവരോടുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അടുത്ത നമ്മുടെ 9ാമത്തെ സാഹിത്യ ഉത്സവത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. സബ് കമ്മിറ്റി കൺവീനർ ഫാരിസ് കണ്ടോത്ത് 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, മീഡിയ കോർഡിനേഷൻ കമ്മിറ്റിയിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും, ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാ മെമ്പേഴ്സിനുള്ള നന്ദി ഈ ഒരു സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ അതിൽ പങ്കെടുത്ത വോളണ്ടിയർ ചെയ്ത വിദ്യാർത്ഥികൾക്കുള്ള നന്ദിയും ഈ ഒരു അവസരത്തിൽ പറയുന്നു. കൂടെ തന്നെ മീഡിയ കോഴിക്കോടിൻ്റെ പ്രസ് ക്ലബിനടക്കം മീഡിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ KLF ഒരുപാട് സംഭവങ്ങൾ ഇവിടെ എല്ലാവരും പറഞ്ഞു. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ആൽഫ ജനറേഷനിൽ ഒരുപാട് കുട്ടികൾ വരിവരിയായിട്ട് KLF വന്ന് കണ്ടുപോയി. അവർ തിരിച്ചു പോകുമ്പോൾ അവിടെ കൈകളിൽ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് ചിന്തകളും. KLF വളരുന്നതിൻ്റെ ഒപ്പം നമ്മുടെ കുട്ടികളും വളരട്ടെ, വിശാലമായി ചിന്തിക്കാൻ പറ്റുന്ന ഒരു തലമുറ വളർന്നു വരട്ടെ, നല്ലത് വരട്ടെ. താങ്ക് യു. അടുത്തതായി സബ് കമ്മിറ്റി കൺവീനർ പ്രേംചന്ദിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശ്രവത്തേതകളെ, പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാരെ, ഈ ഒരു KLFന്റെ വേദിയിൽ ഇന്ന് ഈ സമാപന സമ്മേളനത്തിൽ നിൽക്കുമ്പോൾ 2 റോളിലാണ് ശരിക്കും KLFൽ ഞാൻ ഇതാവുന്നത്. നമ്മൾ സബ് കമ്മിറ്റി കൺവീനർ എന്നുള്ളതിലുപരി ഇതിൻ്റെ ഒരു എൻറ്റയർ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്ത ഇവൻ കമ്പനിയുടെ ഡയറക്ടർ എന്നുള്ള റോളിലും കൂടെയാണ്. ഇതിൽ എടുത്തു പറയാനുള്ളത്, ഈ ഒരു ഇവൻറ്റ് നമുക്ക് മറ്റൊരു ഇവൻറ്റിനോട് കമ്പാരിസൺ ഇല്ലാത്ത രീതിയിൽ വളർന്നു കഴിഞ്ഞു. ഈ ഒരു ഇവൻറ്റ് കോഴിക്കോടല്ലാതെ ഇനി നടത്താൻ മറ്റൊരു സ്ഥലമില്ലാതെയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഈ 1,00,000 സ്ക്വയർ ഫീറ്റിൽ കോഴിക്കോട് കടൽ തീരത്ത് 1 കിലോമീറ്റർ ദൂരത്തിൽ ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഒരുങ്ങിയതിൽ ഇതിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പ്രദേശത്തെ ആളുകളാണ്. ഇവിടുത്തെ കടക്കാരായാലും ഇവിടുത്തെ യൂണിയനുകളായാലും എല്ലാവരും ഈ KLFനോട് സഹകരിച്ചത്. ഇത്രയും വലിയൊരു സഹകരണം കേരളത്തിൽ ഒരു ഭാഗത്തും കിട്ടില്ല. ഇത് കോഴിക്കോടുകാരുടെ മനസ്സിൻ്റെ നന്മയാണ് എന്ന് മാത്രം പറയുന്നു. അതിലുപരി ആദ്യ KLFൽ നോക്കുമ്പോൾ ഇന്നത്തെ നമ്മൾ ഈ കോഴിക്കോട് ബീച്ചിൻ്റെ ഈ ഒരു ഡെവലപ്മെൻറ്റിന് ഏറ്റവും വലിയ ഒരു സ്ഥാനം നൽകിയത് KLF ആണ്. ഞാൻ ഇന്ന് ഓർക്കുന്നു, ആദ്യ KLFൽ അന്ന് നമ്മുടെ MLA ആയ A. പ്രദീപ് കുമാർ പറഞ്ഞത് KLFന് വേണ്ടി ഈ ബീച്ച് മാറും എന്ന് പറയുന്നത്. അപ്പം അന്നത്തെ ബീച്ചും ഇന്നത്തെ ബീച്ചും മനസ്സിലുള്ളവർക്കറിയാം ഈ ഒരു ഡെവലപ്മെന്റ് ഈ ബീച്ചിൽ എത്രത്തോളം നടന്നിട്ടുണ്ട് എന്ന്. അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമാക്കി ഇന്ന് ഇത്രയും നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറിന് മനോഹരമായ ബീച്ചാക്കി ഒരുക്കി തന്ന അദ്ദേഹത്തിന് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. ഇതിൽ എല്ലാ സെഷനും, ഇപ്പം ഈ 4 ദിവസമായി നടന്ന എല്ലാ സെഷനും 1 മിനിറ്റ് പോലും താമസിക്കാതെ, നമ്മൾ ഷെഡ്യൂളിൽ നിന്ന് 1 മിനിറ്റ് പോലും വൈകാതെ നടത്താൻ വേണ്ടി രാപ്പകലില്ലാതെ ഇതിനു വേണ്ടി പ്രയത്നിച്ച ഒത്തിരി ടെക്നിക്കൽ ടീമുണ്ട്. ശബ്ദമായാലും LED ആയാലും ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി അവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ കോഴിക്കോട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഈ സമാപന സമ്മേളനത്തിന് നന്ദി ആശംസിക്കുന്നതിനായി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ KV ശശി സാറെ ക്ഷണിക്കുന്നു. സമാപന സമ്മേളനത്തിൻ്റെ ഭാഗമായ സാംസ്കാരിക പരിപാടിയുടെ ആരവങ്ങൾ അപ്പുറത്ത് കേട്ടു തുടങ്ങി. എന്തായാലും നീട്ടുന്നില്ല. സാഹിത്യ നഗരി പ്രഖ്യാപനത്തിന് ശേഷം നടക്കുന്ന ജനകീയ സാഹിത്യോത്സവമാണ് KLF 8th എഡിഷൻ. എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച ജനറൽ കൺവീനർ KLF ഓർഗനൈസിംഗ് കമ്മിറ്റി ശ്രീ AK അബ്ദുൽ ഹക്കീം, അധ്യക്ഷ പ്രസംഗം നടത്തിയ MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, ഉദ്ഘാടനം ചെയ്ത മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ, ഈ പരിപാടിയിൽ KLF 2025 അവലോകനം നടത്തിയ ഫൗണ്ടർ ആൻഡ് ചീഫ് ഫെസിലിറ്റേറ്റർ ശ്രീ രവി DC, ഫെസ്റ്റിവൽ ഡയറക്ടർ ശ്രീ K സച്ചിദാനന്ദൻ, ഫെസ്റ്റിവൽ കമ്മിറ്റി ചെയർമാൻ മുൻ MLA കൂടിയായ ശ്രീ A. പ്രദീപ് കുമാർ, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സബ് കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങൾ, പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി
convener K.V. Jyotish and team, food committee convener Bashir Perimana and team, reception committee convener E.V. Hasina and team, media committee convener Faris Khandoth and team, sanitation and infrastructure convener Sri Premchand and team, cultural events convener Sri Anwar Khunimelum സുഹൃത്തുക്കളും, ട്രാൻസ്പോർട്ട് കമ്മിറ്റി കൺവീനർ അക്ഷയ് കുമാറും അദ്ദേഹത്തിൻ്റെ ടീമും, സ്റ്റുഡൻറ്റ് വളണ്ടിയർ കമ്മിറ്റി കൺവീനർ ശ്രീ ബിലാൽ ഷിബിലിയും അദ്ദേഹത്തിൻ്റെ ക്രൂസും, പബ്ലിസിറ്റി കൺവീനർ ശ്രീ അഭിലാഷ് തിരുവോത്തും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും, രജിസ്ട്രേഷൻ കമ്മിറ്റി കൺവീനർ ശ്രീ ഷെരീഫ് ആൻഡ് ടീം, അതുപോലെ ഈ 4 ദിവസവും അതിനു മുമ്പും ഇവിടെ നമ്മളെ പരിപാടികൾ റിപ്പോർട്ട് ചെയ്ത മീഡിയ, പത്ര, മാധ്യമ പ്രവർത്തകർ, കോഴിക്കോട് കോർപ്പറേഷൻ, സാനിറ്റേഷൻ ടീം, എല്ലാവർക്കും, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ സ്വാഗത സംഘത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 8ാം പതിപ്പിന് ഇന്ന് തിരശീല വീഴുകയാണ്. ഈ ഒരു ഫെസ്റ്റിവൽ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി പൂർണ്ണ പിന്തുണയോടെ വിജയമാക്കി തന്ന ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരെയും വളരെയധികം നന്ദി അറിയിക്കുന്നു. അടുത്ത വർഷം ഇതേ സമയം വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.